നമുക്കിന്നെങ്ങനെ ഈ ഫ്ലോറ ഫെയറലൈറ്റ് ഗാർലൻഡ് ഉണ്ടാക്കി നോക്കിയാലോ? അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലൊരു യൂസ്ഡ് എഗ് കാർട്ടൻ്റെ ബോക്സാണ്. ഇതിൻ്റെ മൊത്തം ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ പോയിൻറ്റഡ് ആയിട്ടുള്ള ഹോളുള്ള ആ ഭാഗമില്ലേ, അതാണ് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ മെയിനായിട്ട് ആവശ്യം. അപ്പോൾ അത് കുറച്ചധികം കട്ട് ചെയ്ത് വളരെ സൂക്ഷിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. കാരണം അത് റീസൈക്കിൾഡ് പേപ്പറാണല്ലോ, അതുകൊണ്ട് അത് പെട്ടെന്ന് പിച്ചി പിച്ചി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. അതിനെ എന്നിട്ട് ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ കുറച്ചധികം പൂക്കൾ ഞാൻ അതുപോലെ കട്ട് ചെയ്ത് കളക്ട് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ താഴെ ഒരു ഇലയുടെ ഫീൽ കിട്ടാൻ അതേ സെയിം സാധനം തന്നെ ഒരു ഇലയുടെ ഷേപ്പിലും കട്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് അതിന് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഓറഞ്ചും കൊടുത്തു, ഇലയ്ക്ക് ഓഫ് കോഴ്സ് ഗ്രീൻ കളറും കൊടുത്തു. രാത്രിയായപ്പോൾ എനിക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടി. അപ്പോൾ ഇതെൻ്റെ ഫൈനൽ ലുക്ക് കാണാനുള്ള ത്വര കാരണം ഞാൻ രാത്രി തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടാട്ടോ കിടന്നത്. ഇതിൽ ആ പൂ ഞാൻ പൂവും ലീഫ് പോലത്തെ സാധനവും പശ വെച്ച് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിലുള്ള ഫെയറി ലൈറ്റ് ലാമ്പിൽ അതിൽ ഓരോ ലൈറ്റിനുള്ളിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പൂവ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ആ ലൈറ്റിനുള്ളിൽ അത് ഫിക്സ് ആയിട്ടിരിക്കാൻ ഞാൻ കുറച്ച് ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്തായിരുന്നു കേട്ടോ. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും അതൊരു പൂ പോലെ തന്നെ തോന്നും. പൂവിൻ്റെ ഇതളും നടുക്ക് പൂവിൻ്റെ ഫിലമെൻറ്റ് പോലെ നമുക്കതൊരു ഫീൽ ചെയ്യും. പിന്നെ എൻ്റെ റൂമിലൊരു ഹാങ്ങിങ് ഷെൽഫ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഹാങ്ങിങ് ഷെൽഫിൽ അത് അറേഞ്ച് ചെയ്തിട്ട് നോക്കി. ഇതാണ് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ മൂൺ ഗേൾ മേക്സ് നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക. ഇതിൻ്റെ നൈറ്റ് വ്യൂവും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരി, ബൈ.